അവസാന ഘട്ടത്തിലേക്കാണ് ശ്രീനിവാസൻ്റെ അന്ത്യകർമ്മങ്ങൾ എത്തുന്നത്. ചിതയിലേക്ക് അല്പസമയത്തോടെ തന്നെ മൃതദേഹം എടുക്കും. ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് പോലെ തന്നെ അവിടെ അദ്ദേഹത്തിൻ്റെ മക്കൾ വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും അന്ത്യകർമ്മങ്ങൾ ചെയ്യുകയാണ്. അതിനുശേഷം ചിതയിലേക്ക് മൃതദേഹം അല്പസമയത്തോടെ തന്നെ എടുക്കും. കാത്തു നിൽക്കുന്ന വലിയ ജനാവലിക്കിടയിൽ കണ്ടനാട് എന്ന ഗ്രാമം, ആ ഗ്രാമത്തിലേക്കാണ് ശ്രീനിവാസൻ തൻ്റെ ഒരുപക്ഷെ ഒരു വിശ്രമ ജീവിതം എന്ന രീതിയിൽ തന്നെ തിരഞ്ഞെടുത്തുകൊണ്ട് ശ്രീനിവാസൻ കടന്നു പോകുന്നത്. 3.5 വർഷം മുമ്പാണ് ശ്രീനിവാസൻ മരണപ്പെട്ടു എന്നൊരു വാർത്ത യഥാർത്ഥത്തിൽ അന്ന് സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിച്ചിരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ മക്കളടക്കം രംഗത്തെത്തി പറഞ്ഞു, അച്ഛൻ മരിച്ചിട്ടില്ല, അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തിന് ആരോഗ്യാവസ്ഥയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും അത്തരമൊരു തെറ്റായ വാർത്ത പ്രചരിച്ചിരുന്നു. എന്നാൽ ഇതിനെ വളരെ തമാശ രൂപേണയാണ് ശ്രീനിവാസൻ അന്ന് നേരിട്ടത് എന്ന അതുകൂടി ഓർക്കുക. അങ്ങനെ ജീവിതത്തിലും സിനിമയിലും പ്രവൃത്തി മേഖലകളുമെല്ലാം ഹാസ്യത്തിൻ്റെ മേമ്പൊടി ചേർത്ത് കാര്യങ്ങളെ അവതരിപ്പിക്കാനും സമൂഹ വിമർശനം ഇത്ര ശക്തമായി ഇത്ര ഭംഗിയായി ഉന്നയിക്കാനും ശ്രീനിവാസനോളം കഴിഞ്ഞ മറ്റൊരു വ്യക്തിയില്ല. സിനിമയെന്ന മാധ്യമത്തെ ഇത്ര ശക്തിയായി സമൂഹത്തിൻ്റെ തിരുത്തലുകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയ, സമൂഹ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയ മറ്റൊരു മനുഷ്യനില്ല എന്ന് പറയാം. ശ്രീനിവാസൻ്റെ സിനിമകൾ ആരെയൊക്കെയോ തിരുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ രാഷ്ട്രീയത്തിലാണ് ഏറ്റവും വലിയ കോമഡി നടക്കുന്നത്. പക്ഷേ അത് രാഷ്ട്രീയ പ്രവർത്തകർ പലപ്പോഴും അറിയുന്നില്ലെന്ന് മാത്രം. ഇതാണ് ശ്രീനിവാസൻ മുമ്പ് പറഞ്ഞൊരു കമൻറ്റ്. എല്ലാ സിനിമകളിലും സമകാലിക രാഷ്ട്രീയം കടന്നു വരാൻ, രാഷ്ട്രീയ പ്രവർത്തന ശൈലി കടന്നു വരാൻ, രാഷ്ട്രീയ നേതാക്കളൊക്കെ കടന്നു വരാൻ ശ്രീനിവാസൻ ശ്രമിച്ചിട്ടുണ്ട്. ശ്രീനിവാസൻ്റെ സിനിമകളിലൂടെ ശ്രീനിവാസൻ പറയുന്ന രാഷ്ട്രീയം അല്ലെങ്കിൽ സമകാല രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലങ്ങൾ പാലിക്കുമ്പോൾ ഇത് ഞങ്ങളെക്കുറിച്ചുള്ള വിമർശനമല്ലേ എന്ന് ആർക്കൊക്കെയോ തോന്നിയിട്ടുണ്ടാവാം. അവരൊക്കെ ഒരുപക്ഷെ ആദ്യവേളയിൽ ശ്രീനിവാസനെതിരെ തിരിയാനോ പിന്നെ അതിനെ ഉൾക്കൊള്ളാനോ തയ്യാറായി എന്നതാണ് ശ്രീനിവാസൻ്റെ വിജയം. അതാണ് ശ്രീനിവാസൻ സിനിമകളുടെ വിജയം. അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ് ശ്രീനിവാസൻ്റെ അന്ത്യകർമ്മങ്ങൾ. അല്പസമയത്തിനുള്ളിൽ ചിതയിലേക്ക് മൃതദേഹമെടുക്കും. മക്കളുടെയൊക്കെ സാന്നിധ്യം അവിടെ നമുക്ക് കാണാം. മറ്റു കുടുംബാംഗങ്ങളുണ്ട്. അങ്ങനെ ശ്രീനിവാസൻ എന്ന മഹാവ്യക്തിക്ക് മലയാളം വിട ചൊല്ലുകയാണ്. ഇനി ശ്രീനിയില്ലാത്ത സിനിമാ ലോകമാണ്, ശ്രീനിയില്ലാത്ത കേരളമാണ്. ഡാനി, അവസാന ഘട്ടത്തിലേക്ക് എത്തിയെന്ന് തോന്നുന്നു അല്ലേ? കുടുംബാംഗങ്ങളെല്ലാവരും മൃതദേഹത്തെ വലം വയ്ക്കുന്ന ദൃശ്യങ്ങൾ വരുന്നുണ്ടല്ലോ. സൈറ്റ് അവസാന ഘട്ടത്തിലേക്ക് എത്തി എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെയും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കൂടി ഇപ്പോൾ ഇവിടേക്ക് എത്തുന്നു എന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹം വളരെ ദൂരത്തു നിന്നാണ് ഇന്ന് ഇവിടേക്ക് വരുന്നതായിട്ട് അറിയിച്ചിരുന്നത്. ഏതായാലും അദ്ദേഹത്തിന് കൂടി ഒരു അന്ത്യാഭിവാദ്യങ്ങൾ നേരുന്നതിനും എല്ലാം തന്നെ സഹായമായിട്ടുണ്ട്. ഈ രീതിയിൽ ഇപ്പോൾ ചടങ്ങുകൾ അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. വലിയ രീതിയിൽ ാണ് നിലവിലുള്ളത്. പോലീസ് പണിപ്പണികളെ തിരക്ക് നിയന്ത്രിച്ചിട്ടുണ്ട്. എങ്കിൽ കൂടിയും തന്നെയും ആളുകൾ പലരും തന്നെ പിരിഞ്ഞു പോകാതെയും എല്ലാവരും തന്നെ ഇവിടെ തന്നെ തുടരുന്നുണ്ട്. തിരക്ക് നിയന്ത്രിക്കുക എന്നത് തന്നെയാണ് ഇപ്പോൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് തന്നെ പറയാം. മറ്റൊരു സാഹചര്യം. അന്ത്യകർമ്മങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. അവിടെ നടി മഞ്ജു വാര്യർ ശ്രീനിവാസനെ അനുസ്മരിച്ച വാക്കുകൾ നോക്കുക. ശ്രീനിയേട്ടൻ ഇതാദ്യമായി എന്നെ കരയിപ്പിക്കുകയാണ്. ഇല്ലാതാവുന്നത് ശരീരം മാത്രം, പേര് പല കാലം ഇവിടെ ജീവിക്കും. വളരെ അർത്ഥവത്തായ വരികൾ തന്നെയാണ്. ഒരുപക്ഷെ ശ്രീനിവാസൻ ജീവിതത്തിൽ ആദ്യമായി പലരെയും കരയിച്ച ദിവസങ്ങളാണ് ഇന്നലെയും ഇന്നുമായി കടന്നു പോകുന്നത്. അതല്ലെങ്കിൽ ശ്രീനിവാസൻ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഹാസ്യം മറ്റൊരാളെക്കാളും ആവേശത്തിൽ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ശ്രീനിവാസൻ ഒപ്പമുള്ളവരെയും ആസ്വദിപ്പിക്കുമായിരുന്നു. അതാണ് ശ്രീനിവാസൻ. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി ശ്രീനിവാസൻ തന്നെ കരയിപ്പിച്ചത് ഈ മരണവാർത്തയിലൂടെയാണ് എന്നതാണ് മഞ്ജു വാര്യർ അനുസ്മരിക്കുന്നത്.
പല കാലം ശ്രീനിവാസൻ ജീവിക്കുമെന്നത് തികച്ചും വ്യക്തമാണ്. കാരണം ശ്രീനിവാസൻ സിനിമകൾ തന്നെ കാലങ്ങൾക്കപ്പുറം ജീവിച്ചതാണ്. മലയാളത്തിൽ ഒരു സിനിമകൾ ഒരു കാലഘട്ടത്തിൻ്റെ പ്രതീതമായി പുറത്തു വരുന്നതാണ്. ആ കാലഘട്ടത്തിനപ്പുറത്തേക്ക് പലപ്പോഴും പല സിനിമകൾക്കും ആയുസ്സുണ്ടാവാറില്ല. കാലത്തിനിപ്പുറം പുതിയ തലമുറയ്ക്ക് വരാൻ പോകുന്ന പുതിയ തലമുറകൾക്ക് അന്നത്തെ ആ സിനിമകൾ എത്ര കണ്ട് ആസ്വദിക്കാനാവുമെന്നതും സംശയമാണ്. പക്ഷേ ഇത്രയധികം കാലങ്ങൾക്കപ്പുറം ആസ്വദിക്കപ്പെട്ട സിനിമകൾ മലയാളത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ അത് ശ്രീനിവാസൻ സിനിമകളാണ്. തീർച്ചയായും അത് വ്യക്തമാണ്. നേരത്തെ നമ്മൾ പരാമർശിച്ചതുപോലെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ശ്രീനിവാസൻ്റെ സിനിമകളുടെ സീനുകളും മറ്റും പ്രചരിക്കപ്പെടുമ്പോൾ പുതിയ തലമുറയിലുള്ളവർക്ക് ശ്രീനിവാസൻ സിനിമകൾ, പഴയ സിനിമകൾ പൂർണ്ണമായി കണ്ടിട്ടുള്ളവർ എത്ര പേര് എന്ന കാര്യം സംശയകരമാണ്. പക്ഷേ അവർക്കൊക്കെ ശ്രീനിവാസൻ സിനിമകളുടെ ഒരു ഡയലോഗെങ്കിലും അറിയാം. കാരണം അത് കാലത്തിനപ്പുറം ജീവിക്കുന്നവയാണ് എന്നതാണ് എൻ്റെ പ്രത്യേകത. ആജ്ഞ രവീന്ദ്രൻ, ആജ്ഞ, എന്താണ് അവിടുത്തെ കാഴ്ചകൾ? ചിതയിലേക്ക് ഉടൻ തന്നെ എടുക്കുമെന്ന് തോന്നുന്നു മൃതദേഹം, അല്ലേ? ചടങ്ങുകൾ ഏതാണ്ട് അവസാനിച്ചിരിക്കുന്ന സാഹചര്യമാണ്. എന്തായാലും ഇപ്പോൾ തന്നെ ചിതയിലേക്ക് എടുക്കുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് അവസാന ഘട്ടത്തിലായിട്ടുള്ള ചടങ്ങുകൾ. ഇനി അദ്ദേഹത്തിന്റെ ബോഡി എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഔദ്യോഗിക ബഹുമതിയായിരിക്കും ശ്രീനിവാസൻ എന്ന സംസ്കരിക്കുക. ഈ മതപരമായിട്ടുള്ള ചടങ്ങുകളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ ബോഡി ഇവിടെ നിന്ന് എടുക്കാൻ തുടങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെ രാവിലെ മുതൽ തുടങ്ങിയ ജനപ്രവാഹമാണ്. നമുക്കറിയാം അത്രയും നിഗൂഢമാണ് ജനപ്രവാഹം. അത്രയും വലിയ ഒരു കലാകാരനെ അനുസ്മരിക്കാൻ വരുന്നൊക്കെ അവസാനമായി കാണാനെത്തിയവരൊക്കെ തിരക്ക് നിയന്ത്രണാതീതമാണ് എന്ന് വേണം പറയാൻ. ആളുകൾ അതായത് ബന്ധുക്കളെ കൊണ്ട് തന്നെ ചടങ്ങുകൾ ചെയ്യിപ്പിക്കാൻ തന്നെ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. ആരാധകരുടെ ഒരു വലിയ പ്രവാഹം കൊണ്ട് ഒരു നിയന്ത്രണാതീതമായ ആളുകൾ ഇടിച്ചു കയറുന്ന ഒരു അവസാന ഘട്ടത്തിലായപ്പോൾ എല്ലാവരും ഇടിച്ചു കയറുന്ന ഒരു ഘട്ടത്തിലേക്കായി. പ്രമുഖനായ വ്യക്തിയുണ്ട്. അതേസമയം ഈ സമയത്ത് തന്നെ ഇത്രയും, അതായത് ഇന്നലെ രാവിലെ 8:30 മുതൽ തുടങ്ങിയ പ്രവാഹമാണ് ഈ വീട്ടിലേക്കും പൊതുദർശനത്തിനുള്ള രണ്ടാം ഹാളിലേക്കും അതിനുശേഷം ഇന്ന് രാവിലെ മുതൽ ഇവിടേക്കുമൊക്കെ പ്രമുഖരായ പല ആളുകളും എത്തിക്കഴിഞ്ഞു. അതുപോലെ സാധാരണക്കാരും എല്ലാവരും ശ്രീനിവാസൻ എന്ന് പറയുന്ന ആളെ കേട്ടിറങ്ങിയിട്ടുണ്ട്. നമുക്ക് കാണാം എന്ന വിചാരത്തോടെ എത്തിയിരിക്കുന്നവരെല്ലാം സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ശ്രീനിവാസനെ അവസാനമായി അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് വേണ്ടി അല്പസമയം 10 മണിക്ക് ചടങ്ങിൽ കഴിയുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നത് അദ്ദേഹം